ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത രചനയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ചിപ്പീനെ വേണമെന്ന് പറയണു. ചിപ്പീനെ സ്വന്തമാക്കാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ചിപ്പീനെ ബോർഡിങ്ങിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ആകാശത്തുള്ള ടൂർ പാക്കേജൊക്കെ ബുക്ക് ചെയ്തു, അതുമെല്ലാം ചിപ്പീനെ ഒഴിവാക്കിയിട്ട് എന്ന് പറയുമ്പോൾ ഇഷിത അത് എന്ന് പറയുമ്പോഴേക്കും വേണ്ട, നിങ്ങളൊന്നും പറയണമെന്നില്ല എന്നിങ്ങനെ പറയാണ്. എനിക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാവുന്നില്ല. മഹേഷും അങ്ങനെ തന്നെയാണ്, ഒരു വാശിപ്പുറത്താണ് ചിപ്പീനെ വേണമെന്ന് പറഞ്ഞത്. നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് ആലോചിക്കണം എന്ന് പറയാണ്. ഇഷിതാമ്മ പോയിട്ട് വരട്ടെ ചിപ്പി എന്ന് പറയുന്നുണ്ട്. ശരി ശ്യാമേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചിപ്പി. അതിനുശേഷം ഇഷിത അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കണം മഹേഷിനെയാണ്. മഹേഷാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് ഓഫീസിലിരിക്കുന്ന സമയത്ത് മഹേഷിനൊരു കോൾ വരും കേട്ടോ. ആ ഹലോ, ആ ആ അറിയാം രാജൻ പിള്ള സർ, എനിക്ക് മനസ്സിലായി. ഓ അതെയോ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഫോം വെക്കുവാണ്. വിവേക് വരുന്നുണ്ട്. എന്താ എന്താ മഹേഷ് ചോദിക്കുമ്പോൾ അതെ, നമ്മുടെ ആദ്യത്തെ അതാണ് പുറത്തുനിന്നുള്ള ഒരു പാക്കേജ് വരുവാണ്. നമ്മൾ ഇതുവരെയായിട്ട് പുറത്ത് നിന്നിട്ടുള്ളൊരു പാക്കേജ് എടുത്തിട്ടില്ലല്ലോ. നമ്മൾ ഇന്ത്യത്തിനുള്ള കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യാറ്. ഇതുവരെ നമുക്ക് അതർ കൺട്രീസ് എന്നുള്ള ആദ്യത്തെ പാക്കേജാണ്. അത് 200 കോടിയുടെ അതിൻ്റെ ടെൻഡറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമുക്ക് എന്തായാലും ഈ പ്രൊജക്റ്റ് എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രശ്നമുണ്ട്. ആകാശ് മേനോനും ഇതിനെ വേണ്ടിയിട്ടുള്ള ടെൻഡർ കൊടുത്തിട്ടുണ്ടാവും. അതെ, അവൻ കുറുക്കനാ. അവനെ മറികടന്ന് നമ്മളിതിൽ വിജയിച്ചേ പറ്റൂ. അവൻ എന്തായാലും വിജയിക്കാൻ പാടില്ല. എല്ലാത്തിലും അവനങ്ങനെ വിജയിക്കാൻ പാടില്ലല്ലോ എന്ന് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് കൈവിട്ട് കളയാൻ പറ്റില്ല എന്ന് മഹേഷ് പറയാണ്. അറിയാലോ, എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എനിക്കിപ്പോഴില്ല. അവൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കാറില്ല. കാരണം എൻ്റെ അമ്മയും അച്ഛനെ അവളെ പൊന്നു പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരെച്ചാൽ ജീവനാണ്. ഇന്നത് എൻ്റെ ചിപ്പിനെ കാണാൻ പറ്റാതെ അമ്മ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആകാശ്മേൻ്റെ വീട്ടിൽ. ആര്, സ്വപ്ന ആൻറ്റിയോ? അതെ, അവിടെ പോയിരുന്നു. അയാളെ എന്നെ വിളിച്ചത്. ആകാശ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അമ്മേനെ അവർ കുഞ്ഞിനെ കാണിച്ചില്ല. അമ്മക്ക് അവളെ കാണാതിരിക്കാൻ പറ്റണില്ല. സത്യം പറഞ്ഞാൽ എനിക്കും അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല വിവേക്. അവളെ കാണാതെ എനിക്ക് അവളെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പക്ഷെ അവളെ കാണാൻ പോയിക്കഴിഞ്ഞാൽ കോടതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഞാൻ കാണാതെ പിടിക്കണത്. എന്തായാലും അടുത്ത കോടതി കൂടുമ്പോൾ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് പറയാണ്. നമുക്ക് നോക്കാം, നമുക്കതിനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് വിവേക് പറയുക കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ മാഷിനെയാണ്. മാഷിന് ഒരു ഗ്ലാസ് ചായയും സമൂസയൊക്കെ ആയിട്ട് പ്രിയ വന്നിരിക്കുക കേട്ടോ. മാഷ് ഇത് കഴിക്കി, ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ്. അല്ല, ആശുവിൻ്റെ കാര്യം എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്തായാലും നമുക്ക് അവളോട് സംസാരിക്കേണ്ട, ഇഷിത വരട്ടെ, ഇഷിത സംസാരിച്ചോളും. അവളാകുമ്പോഴേക്കും ആ ഒരു സെൻസിലെ അശു എടുക്കുള്ളൂ എന്ന് പറയാണ്. അത് ശരിയാണ്, ഇഷിത സംസാരിക്കണം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പ്രിയയും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടേക്ക് ഇഷിത വരുവാണ്. മോളെത്തിയാലോ, മോളെ ദേ ചായയും സമൂസ എടുക്കട്ടെ? വേണ്ട അമ്മേ, എനിക്ക് സമൂസ വേണ്ട. അമ്മ നല്ല ചൂട് ദോശ ചമ്മന്തി ഉണ്ടാക്കി തന്നെ, അതും മതി, കനത്തിലുണ്ടാക്കി തരണം. അതിനുശേഷം എനിക്ക് മോളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, ആദ്യം കഴിക്കട്ടെ അമ്മേ എന്ന് ഇഷിത പറയണം. ഇഷിത അകത്ത് കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം അവളോട് അഷിതയുടെ കാര്യം സംസാരിക്കുക. അവളെന്താ പറയണതെന്ന് അറിയാലോ. ശരി മാഷേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഷിതയുടെ അടുത്ത് ഇഷിത സംസാരിക്കുക കേട്ടോ. ഇഷിത പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പറയുമ്പോൾ ചേച്ചി ഒരിക്കലും തെറ്റായിട്ട് വിചാരിക്കരുത്. ചേച്ചി ഇവിടെ നിൽക്കണതിൽ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താ ഇഷിത നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ലെന്ന് എനിക്കറിയാലോ. നോക്ക്, നീ എൻ്റെ അനിയത്തി മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ടാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാമല്ലോ. ചേച്ചി നോക്ക്, ഈശ്വരേട്ടൻ വരുന്നത് കാത്ത് ചേച്ചി ഒരിക്കലും നിൽക്കരുത്. ചേച്ചിക്കറിയാലോ, ദേ സൂരജിൻ്റെ പഠിപ്പ് എല്ലാം മുടങ്ങിയിരിക്കുക. അവൻ്റെ യൂണിഫോമും ബുക്സൊക്കെ എവിടെയാണ്? അതൊക്കെ ഈശ്വരേട്ടൻ്റെ വീട്ടിൽ, അവിടെ നിന്ന് അതൊക്കെ എടുക്കണ്ടേ? എടുക്കണം. ആര് പോയി എടുക്കും? അത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചേച്ചി. ചേച്ചി സൂരജിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഈശ്വരേട്ടൻ്റെ വീട്ടിൽ പോകണം. ഈശ്വരൻ്റെ സ്വഭാവം അറിയാലോ, അമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. അതിനെ കുറ്റമായിട്ട് കാര്യമില്ല ചേച്ചി. മനസ്സുനി അമ്മ 2 ആമക്കളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളായപ്പോൾ തന്നെ 6 മാസമായപ്പോൾ ഭർത്താവ് മരിച്ചതല്ലേ, കഷ്ടപ്പെട്ട് വളർത്തിയത് ഈ നിലയിലെത്തിച്ചതല്ലേ. അതിൻ്റെ ഒരു സ്നേഹവും ഒരു ആ മക്കളോടുണ്ട്. മക്കൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നെ മാധവ് ഉപേക്ഷിച്ചതിൽ ഒരിക്കലും ഞാൻ മാധവിനെ കുറ്റം പറയില്ല. അത് അവൻ്റെ അമ്മയുടെ പിടിവാശി കൊണ്ട് മാത്രമല്ല അവനെന്നെ ഉപേക്ഷിച്ചത്. അവനും ഭാവിയിൽ ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, അതൊരിക്കലും എന്നിൽ നിന്ന് കിട്ടില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് എനിക്ക് അവനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവൻ്റെ ഭാര്യ ദയ ഉണ്ടല്ലോ, കുഞ്ഞ് നഷ്ടപ്പെട്ട കഴിഞ്ഞ സമയത്ത് എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ? ഞാൻ കാരണമാണ് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്, ഞാനാണ് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടുത്തിയതെന്ന്. അതൊക്കെ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചെന്ന് ചേച്ചിക്കറിയാവോ? പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാൻ ചിന്തിച്ചത് അവരുടെ വിഷമമാണ്. പാവം 10 മാസം ചുമന്ന് കുഞ്ഞിനെ
മുഖവും കാണാതെ ആ കുഞ്ഞിനെ സങ്കല്പിച്ച് ജീവിച്ച അവളുടെ മാനസികാവസ്ഥയാണ് മുന്നിൽ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ വിഷമമൊന്നും ഒന്നുമല്ലായിരുന്നു. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അവളുടെ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം വന്ന് അത് റിമൂവ് ചെയ്യേണ്ടി വന്ന് അവളുടെ മാനസികാവസ്ഥ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ചേച്ചി എൻ്റെ ചേച്ചി മാത്രമല്ല ആവേണ്ടത്, അവളുടെ ഏടത്തിയമ്മയും കൂടി ആവണം. മാധവിൻ്റെ നല്ലൊരു ഏടത്തിയമ്മ ആവണം. നമ്മുടെ വീട് മാത്രമല്ല ചേച്ചി സപ്പോർട്ട് ചെയ്യേണ്ടത്, അവരുടെ വീടും സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ചേച്ചിക്ക് 2 വീടാണ് ഉള്ളത്. ചേച്ചി 2 ചെരടിൻ്റെ ഒരു ചെരടിൻ്റെ 2 അറ്റവും 2 പേരും തമ്മിൽ കൂട്ടി വലിച്ചാൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകും. പക്ഷെ ഒരാളൊന്ന് അഴിഞ്ഞു കൊടുത്താൽ എന്താ, അതൊരു പ്രശ്നം ഉണ്ടല്ലോ. ആ ചേട്ടന് ഒന്നും സംഭവിക്കില്ല. ആ ഒരു ഇതാണ് ചേച്ചി ആലോചിക്കേണ്ടത്. ചേച്ചി അവിടെ പോകണം. ചേച്ചി അവരുടെ കൂടെ സങ്കടത്തിൽ ചേച്ചി കൂടെ നിൽക്കണം. ആ ഒരു സമയത്ത് ചേച്ചി അവരുടെയും കൂടി ചേച്ചിയായേ പറ്റൂ. ശരിയാ ഇഷിത, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ്. ഒരു കാര്യം ചേച്ചി നാളെ അച്ഛനായിട്ട് അങ്ങോട്ടേക്ക് പോകും. ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? ഇറക്കി വിട്ടാൽ അച്ഛൻ കൂടെ ഇല്ല ചേച്ചി. അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? സമാധാനപരമായിട്ട് അച്ഛൻ നന്നായിട്ട് സംസാരിക്കും. എന്നാലും ചേച്ചിയുടെ കൂടെ തന്നെ അച്ഛനുണ്ടാവും. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ശരി മോളെ, എന്നാൽ നാളെ അവിടേക്ക് പോകാം എന്ന് പറയാണ്. ശരി, നാളെ അവിടേക്ക് പോകണം ചേച്ചി എന്ന് ഇഷിതയെ പറയുവാട്ടോ. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുവാണ്. പിന്നീട് കാണിക്കണം നമ്മുടെ സ്വപ്നവല്ലീനെയാണ്. സ്വപ്നവല്ലി വീട്ടിലേക്ക് വരണ മുമ്പ് തന്നെ നമ്മുടെ രാമൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിട്ട്, ഹാവൂ എൻ്റെ ഈശ്വര, ചൂടെടുത്ത് മടുത്തു എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുകയാണ്. എന്നാലും സ്വപ്നം എന്തായിരിക്കും എന്നെ ഒറ്റക്ക് സിനിമക്ക് പറഞ്ഞിട്ടത്, അതിലെന്തോ ഒരു കളിയുണ്ട് എന്ന് രാമൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് സ്വപ്നം അങ്ങോട്ടേക്ക് വരുവാട്ടോ. രാമനോ? രാമൻ സിനിമക്ക് പോയില്ലേ? ഇല്ല, പോയില്ല. അതെന്തു പറ്റി? പോയില്ല, തനിക്ക് എന്തോ ഒരു തരികിട പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പോയില്ല. സത്യം പറ സ്വപ്നം, എന്താ ഒരു ചുറ്റിക്കളി എന്ന് ചോദിക്കുമ്പോൾ, അത് മാഷെ സത്യം പറയാം, മാഷ് വഴക്ക് പറയാൻ വെച്ചിട്ട് ഞാൻ പറയാതിരുന്നത്. എനിക്ക് ചിപ്പിനെ കാണാതെ പറ്റുന്നില്ല മാഷെ. ഞാൻ ചിപ്പിനെ കാണാൻ വേണ്ടി പോയത്. എന്നിട്ട് അവൾ നിന്നെ കാണിച്ചോ ആ രചന? ഇല്ല, കാണിച്ചില്ല. പക്ഷെ അച്ഛമ്മേന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി വന്നു കെട്ടിപ്പിടിച്ചു മാഷെ. എനിക്ക് സംശയമുണ്ട് രാമ, അത് ചിപ്പിനെ അവൾ ഉപദ്രവിക്കുന്നുണ്ടോയെന്ന്. തനിക്കെന്താ അങ്ങനെ സംശയം തോന്നാൻ? ചിപ്പിക്ക് അവിടെ ഒട്ടും താല്പര്യമില്ല. ചിപ്പി ഭയങ്കര വിഷമത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട എനിക്കറിയാലോ അവനും ഉപദ്രവിക്കുന്നുണ്ടാവും നമ്മുടെ മോളെ. അല്ല, തൻ്റെ കയ്യിലെന്താ? ഇത് ഞാൻ ചിപ്പിക്ക് വേണ്ടി കൊണ്ടുപോയ പലഹാരങ്ങളാണ്. എന്നിട്ട് അവൾ കുടിപ്പിച്ചില്ല ഇതൊന്നും? ഇല്ല, കുടിപ്പിച്ചില്ല. എന്തായാലും ഇത് മഹേഷ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ എനിക്ക് ചിപ്പിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്കെൻ്റെ മോളെ എത്രയും പെട്ടെന്ന് വേണം രാമ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത നമ്മുടെ അച്ഛനെയും അതുപോലെ തന്നെ അഷിതേനെയും മോനെയൊക്കെ കൂട്ടി അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ സൂരജ് പറയുന്നുണ്ട്, ഇഷിതാമ്മേ ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാണ്. അങ്ങോട്ടേക്ക് വന്നാൽ നിൻ്റെ അച്ഛമ്മ വെറുതെ വെച്ചേക്കില്ല, എന്നെ അടിക്കുമെന്ന് പറയുമ്പോൾ ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, അച്ഛമ്മനെ സുഖിപ്പിച്ച് നിർത്തിയാൽ മതി എന്ന് പറയാണ്. പോട്ടെ ഇഷിത എന്ന് പറയുമ്പോൾ, ശരി ചേച്ചി, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാഷ് നമ്മുടെ അഷിതേനെയും സൂരജിനെയും കൂട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഈശ്വരൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിത തിരിച്ച് അവർ പോയി കഴിയുമ്പോഴേക്കും തിരിച്ച് പുറകിൽ നടക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇഷിതാമയെന്ന് പറഞ്ഞിട്ട് പുറകിലൊരു വിളിക്കുവാണ്. നോക്കുമ്പോൾ നമ്മുടെ ചിപ്പിയാണ് കേട്ടോ. ചിപ്പി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയൊക്കെയാണ്. ചിപ്പിനെ കാണുന്നത് നമ്മുടെ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ്. ഇഷിത കെട്ടിപ്പിടിക്കുക കേട്ടോ. ഇതിനിടയിൽ ഒരു സീനുണ്ട്, നമ്മുടെ ആരും അറിയാതെ നമ്മുടെ ആയ ചിപ്പിനെ മഹേഷിനെ ഫോൺ വിളിച്ച് കൊടുക്കേണ്ടത്. അപ്പം ചിപ്പി പറയണ്ട, അച്ഛാ എത്രയും പെട്ടെന്ന് ഡാഡി എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. ബൈ.